കുറേയധികം കടകളും ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ഗുരുവായൂർ ഇങ്ങനെ ചുമ്മാ നടക്കാനായിട്ട്. ഹായ് ഗൈസ്. ഗുരുവായൂർ നിവാസികൾക്ക് ഇങ്ങനെ മണിക്കൂറോളം ഈ ഒരു ക്യൂവിൽ നിന്നിട്ട് പോയിട്ട് തൊഴേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് തൊഴാൻ പറ്റും. ഇതൊക്കെ സ്നാക്സ്, മുറുക്ക് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഈ പാലത്തിനടിയിലായിട്ട് കുറേ ബംഗാളികൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെയാണ്, അത് പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഇവരെ മാറ്റുന്നില്ല എന്നാണ്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ ആണ്. നമ്മളിന്ന് ഗുരുവായൂർ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി നമ്മൾ ഇന്ന് എങ്ങോട്ടൊക്കെ പോകും? നമ്മൾ പാർക്കിൽ പോകും. പാർക്കിൽ പോകും. പാർക്കിൽ പോകാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞാലും നമ്മൾ ബർഗറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൈസ അച്ഛനെ കളിക്കേണ്ടി വരും. പിന്നെ എല്ലാ ചെലവും നിസപ്പൻ വഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ വൈകിട്ട് നമ്മള് സ്നേഹതീരം പോകുന്നുണ്ട് കേട്ടോ. സ്നേഹതീരം ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ആണ്. അപ്പൊ കുറച്ച് ദിവസമൊക്കെ സ്കൂളൊക്കെ പൂട്ടും. ഒരു 5-6 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അല്ല, 12 ദിവസം. 5-ാം തീയതി തുറക്കുള്ളൂ. ഓക്കെ. അപ്പോ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മള് എപ്പോഴായാലും ഇതുപോലെ ഗുരുവായൂരെന്ന് പറയുമ്പം ഇങ്ങനെ ഈവനിങ്ങിന് പോയി നടക്കാനും ചുമ്മാ കറങ്ങാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ് ഗോകുലം പാർക്ക്. സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണമൊക്കെ നടന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ വലിയ വലിയ VIP ഗുരുവായൂർ വരുന്ന കല്യാണം നടത്താൻ വേണ്ടി വരുന്ന VIP ഒക്കെ ഈ ഗോകുലം പാർക്കിലാണ്. പിന്നെ ഈ പാലത്തിനടിയിലായിട്ട് കുറേ ബംഗാളികൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഏകാദശി സമയമായപ്പം വന്നിട്ടുള്ള കേട്ടോ. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ചെണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കലൊക്കെയാണ്. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതും. എല്ലാ പരിപാടികളും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചപ്പും ചോറും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും അവരൊന്നും പോയിട്ടില്ല. കുറേ ആളുകളുണ്ട് കേട്ടോ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവർ ഫുൾ അടിയാണ്. ഇങ്ങനെ ബഹളവും അടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. ഇതൊക്കെയാണ് അവരുടെ ചെണ്ടകളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഒരുപാടുണ്ടാവും. ഒത്തിരി ആളുകളുണ്ട്. ഇവരെ കുറേ ഫാമിലികളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ നമുക്ക് ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെയാണ്, അത് പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഇവരെ മാറ്റുന്നില്ല എന്നാണ്. നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് തുറന്നിട്ടില്ല മക്കളെ. പാർക്ക് തുറന്നിട്ടില്ല. 4 മണിയാവും പാർക്ക് തുറക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളത് കിഴക്കേ നടയിലാണ്. നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമ്മുടെ പ്രിയങ്ക ഉണ്ടല്ലേ. നമ്മളങ്ങനെ നേരെ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ഈ കാണുന്നത് ഇതാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. ഇവിടെ നോക്കി കുപ്പി കൊണ്ട്, ചില്ലിൻ്റെ കുപ്പി കൊണ്ട് ഫുള്ള് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രിയങ്ക ഫാൻസി എന്ന് പറയുന്ന മെയിനായിട്ടുള്ള ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതെല്ലാ പിള്ളേർക്കും സാധനങ്ങൾ, ഞങ്ങളുടെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. വള, മാല, കമ്മല്, പിന്നെ ബോയ്സിന് വേണ്ട എല്ലാ സംഗതികളും വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. പ്രിയങ്കയിൽ ഫുൾ ടൈം എപ്പോഴും തിരക്കായിരിക്കും. ഫുൾ തിരക്കാണ്. ഇവിടെ പിള്ളേർക്ക് വേണ്ട ഒരുപാട് കളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 10 രൂപയുടെ കാർഡൊന്നും കിട്ടില്ല. നിനക്ക് ഇതൊക്കെ കളിക്കാനുള്ള പ്രായം കഴിഞ്ഞു. നമ്മൾ ഗുരുവായൂർ വരുമ്പോഴത്തെ ഈ ഒരു വാക്ക് വേ 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നേരെ അമ്പലത്തിൻ്റെ നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കണം. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ടാവും. ഹായ് ഗൈസ്. ഓക്കെ ബൈ. അപ്പോൾ പിന്നെ ഓരോ കടകളുണ്ട്. കുറേ കളിപ്പാട്ടങ്ങളുടെ മെയിൻ കടകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുപോലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയധികം കടകളും ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ഗുരുവായൂർ ഇങ്ങനെ ചുമ്മാ നടക്കാനായിട്ട്. മെയിനായിട്ട് ഇതുപോലുള്ള പപ്പടം, വറവ് സാധനങ്ങൾ, പപ്പടം,
ഗുരുവായൂർ പപ്പടം മെയിനാണല്ലോ. എന്ത് പേര് നടത്തിന് പേരെന്താ? അനിത. സ്ഥലം ചന്ദ്രാപിന്നി അവിടെ തൃശ്ശൂരാണല്ലേ? ഒരു വ്ളോഗറാട്ടോ. ഒരു വ്ളോഗറാണെന്ന് പറയാം, യൂട്യൂബ് വ്ളോഗറാണ്. ചുമ്മാ ഒരു വ്ളോഗ് ചെയ്തതാണ്. ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ചാനലിൻ്റെ പേര് ഏഴ് വ്ളോഗ്സ് അശ്വതി. ശരി പോയി. നമ്മളൊരു മേടത്തിന് പരിചയപ്പെട്ടു. നമ്മുടെ നടക്കാട്ടോ. അവിടെ ഫുള്ള് നോക്കി സ്നാക്സ്, മുറുക്ക് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിള്ളേരെ കയറ്റരുത്. ഇവിടെ നിറയെ ഈ കളിപ്പാട്ടത്തിൻ്റെ കടകൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ വഴിയിൽ നിന്ന് മാറൂല. നമ്മൾ എൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് തൊഴുതിട്ട് നമ്മൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തൊന്ന് പോകട്ടെ. കഴിക്കാൻ സാധനം വാങ്ങിച്ചു വാങ്ങിക്കാൻ നോക്കട്ടെ. ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിറയെ ആളുകളാണ് കേട്ടോ ഈ സ്റ്റേജിൽ. ചെമ്പി വൈദ്യനാഥ് സ്റ്റേജിൽ. അപ്പോൾ ഒന്ന് സമയം 4:30ക്കാണ് അടുത്ത നട തുറക്കല്. ഇപ്പം 4 മണിയാവുന്നുള്ളൂ. 4 മണി 4 സമയത്താണ് നട തുറക്കാറ്. ഇവിടെയൊക്കെ ക്യൂ ഇരിക്കുന്നുണ്ട് ആളുകൾ ഉള്ളിലേക്ക് തൊഴാനായിട്ട്. ഗുരുവായൂർ നിവാസികൾക്ക് പിന്നെ മണിക്കൂറോളം ഈ ഒരു ക്യൂവിൽ നിന്നിട്ട് പോയിട്ട് തൊഴേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് തൊഴാൻ പറ്റും. പിന്നെ നമ്മൾ ഇതാ പടിഞ്ഞാറ് നടയുടെ അവിടെ വന്നു. ഇവിടെ പടിഞ്ഞാറ് നടയുടെ അവിടെ 2 സൈഡിലും നിറയെ കടകളാണ്. പൂജ സ്റ്റോറുകൾ, പൂജ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നെറ്റിപ്പട്ടൊക്കെ നോക്കി നമുക്ക് വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന വലിയ നെറ്റിപ്പട്ടൊക്കെ ഉണ്ട് കേട്ടോ. വലുതും ചെറുതൊക്കെ ഉണ്ട്. മന്തി അല്ല കഴിച്ചത്. മന്തി വാങ്ങിച്ചത്. അവന് പൊറോട്ടയും ചിക്കനൊക്കെ വേണം. നല്ല ചായയും കടിയൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം. കുറേ അധികം കടകളൊക്കെ ക്ലോസ്ഡാണ്. സൺഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേ കടകളൊന്നുമില്ല. ഇവിടെ കുങ്കുമം ഇവിടെ ഒരു കഫേ ഉണ്ട്. അവിടെ കയറി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷവർമ്മയ്ക്ക് ഇവരൊക്കെ വിളങ്ങാണ്ടി വലിയ ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുള്ളൂ. നല്ല ആംബിയൻസ് ആട്ടോ അവിടെ. ഇവിടെ നമുക്ക് ഷേക്ക് കുടിക്കാം ഗായ്സ്. ഇതിന്റെ പേരെന്താ? ഇത് ആർക്കെടുത്തതാ? സോസുണ്ട്. ഇത് പൊറോട്ടയുടെ ഒരു വേറെ എന്തൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. നോൺ വെജ് ആണ്. കഴിച്ചു പോകണം. ഇവിടെ ഇത് വെജ് സാൻഡ്വിച്ച് ആട്ടോ. എനിക്ക് വെജ് മതി. നമ്മുടെ ചായ വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. വെജിറ്റബിൾസ് ഉണ്ട്, മയോണൈസ് ഉണ്ട്. എങ്ങനെയുണ്ടടാ? അടിപൊളി. ഇങ്ങോട്ട് മാത്രം അടിപൊളിയെന്ന് പറയാ. നിങ്ങളുടെ പേരല്ല അല്ലല്ല. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഗുരുവായൂർ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് വന്നേക്കാട്ടോ. കേശവൻ്റെയും പത്മനാഭൻ്റെയൊക്കെ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് വന്നേക്കാണ്. ഇതാണ് ഗുരുവായൂർ ദേവസ്വം ഓഫീസ് വരുന്നത് കേട്ടോ. ഇവിടേക്കാണ് മെയിനായിട്ടും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കാറ്. നമ്മളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതാ ഇവിടെ പത്മനാഭൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഇതുവരെയായിട്ട് ക്യൂ വന്നേക്കണേ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട്. നിറയെ ആൾക്ക് ഇന്ന് സൺഡേ ഉണ്ട്, കുറേ ആളുകളുണ്ട്. ഡോർമെട്രിയാണ്. അതിൻ്റെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാട്ടോ. ഇത് നേരെ ഗുരുവായൂർ ദേവസ്വം ഹോസ്പിറ്റലാണ് എൻ്റെ അവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ഒരു ബിൽഡിംഗ് കേട്ടോ. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. വലിയ വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാൻ, മുകളിലേക്ക് വരെ വണ്ടികൾ പാർക്ക് ചെയ്യാം. അതിന് സ്പെഷ്യൽ ചാർജൊക്കെ ഉണ്ട്, ഫ്രീ ഒന്നല്ല. ഇവിടെ നിന്ന് ഈ സൈഡിലെല്ലാം നമ്മൾ 2 വീലർ വർക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു കച്ചവടക്കാർ ഫുള്ളുണ്ട്. ഇവർ
മണിക്കൂറൊക്കെ അടച്ചിട്ടിരിക്കും. ആ കാണാണ് ഇവിടെ ആനേനെ കിട്ടുന്ന സ്ഥലം. അതായത് ചിലപ്പോഴൊക്കെ ആനകളുണ്ടാവും, ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല. അവിടെ ഒരു ആനയെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും പേ പാർക്കിംഗ് ആണ്. ഒരുപാട് എവിടെയൊക്കെ പറമ്പുണ്ട് അവിടെ എല്ലാം ഈ പേ പാർക്കിംഗ് പറഞ്ഞിട്ട് ആളുകൾ അത് മുതലാക്കും. അങ്ങനെ ഇവിടെ പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പണിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടേക്കാണ് വണ്ടികൾ ബസ് തൽക്കാലത്തേക്ക് ബസ് സ്റ്റോപ്പ് പോലെ ബസ് സ്റ്റാൻഡ് പോലൊക്കെ വണ്ടി ഇവിടേക്കാണ് വിടുന്നത്. അപ്പുറത്തെ സൈഡ് ഇവിടെയാണ് മെയിൻ പ്രൈവറ്റ് സ്റ്റാൻഡ് വരുന്നത്. അത് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ബിൽഡിംഗ് ഒക്കെ ആട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.